എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഹീലിങ്ങിന് വന്ന ഒരാൾ, അപ്പോൾ അയാൾ വലിയ കോടീശ്വരനൊക്കെ ആയിരുന്നു. പക്ഷേ അയാളുടെ കയ്യിൽ ഇപ്പോൾ വാസം പറഞ്ഞാൽ ചിലവിനുള്ള പൈസ കൂടി ഇല്ല. ചില ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഞാനിത് ഈ ആക്കടത്ത് വെച്ച് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നിങ്ങൾക്ക് ഇത്രയും ആസ്തിയൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ, ഈ ഒരു എന്താ പറയുക ഒന്നുമില്ലായ്മയിലേക്ക് എത്തിയത് എങ്ങനെ? അപ്പോൾ പുള്ളി എന്നെ പറയാണ്, സാറേ അത് എൻ്റെ ഒരു പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇഷ്ടംപോലെ പൈസ അവിടെ നിന്ന് നോക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്ന് വരുമാനം ഇവിടെ നിന്ന് വരുമാനം ഒക്കെ ആയിട്ട്. അപ്പോൾ കുറേ കൂട്ടുകാരന്മാരും ഉണ്ട്, കമ്പനി കൂടുക, ഡ്രിങ്ക്സ് കഴിക്കുക, യാത്ര പോവുക, അവിടെ പോവുക ഇവിടെ പോവുക, ചോദിക്കണമൊക്കെ കാശ് കടം കൊടുക്കുക. അപ്പോൾ ഇത് കടം കൊടുത്തു കഴിഞ്ഞാൽ ഈ കടം മേടിച്ചിട്ട് പോകണവൻ കാശ് മടക്കി തന്നെ പരിപാടി ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഇവനാണെങ്കിൽ ഇത്തിരി ധാരാളത്തുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ട് നടക്കേണ്ടായിരിക്കും, ചോദിക്കില്ല. അപ്പോൾ അവൻ എന്ത് ചോദിക്കും, സൗകര്യമല്ല കൊടുക്കണ്ട, അതും വിചാരിക്കും എൻ്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നമ്മളെന്തിനാണ് കൊടുക്കണത് എന്ന് വിചാരിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു ഭാഗം ആൾക്കാരുണ്ട്. ഏതാ പൈസ എന്ന് പറഞ്ഞാൽ ധനം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയുടെ ബഹുമാനത്തോടുകൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ കാണാനായിട്ട്. അത് ബഹുമാനമില്ലായ്മ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഹാലക്ഷ്മിക്ക് തന്നെ തോന്നും, എനിക്കിവിടെ എന്ത് കാര്യം, നമ്മൾ പിന്നെ ഒരു ബഹുമാനമില്ല, അത് പോയേക്കാം എന്ന് വിചാരിക്കും. ഒറ്റ പോക്കാണ്. ആ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരോ വരുമാന സ്രോതസ്സും അടഞ്ഞടഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു വാടക കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തെങ്ങും തോപ്പ് ഉണ്ടാവും. അപ്പോൾ അത് അവിടെ തെങ്ങ് കേട് വന്ന് തെങ്ങിൻ്റെ ഫലമൊക്കെ ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ ഈ വാടക കിട്ടുന്നത് വാടകക്കാരൻ മുഴുവൻ ഒഴിഞ്ഞു പോകും, പിന്നെ വേറെ പുതിയ വാടകക്കാരൻ വരില്ല. അപ്പോൾ ചിലപ്പോൾ നല്ല കണ്ണായ സ്ഥലത്തായിരിക്കും ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്, പക്ഷേ വാടകക്കാരൻ ഉണ്ടാവില്ല. അതേപോലെ വേറെ എന്തെങ്കിലും വരുമാനം, ബിസിനസ് ഇതുപോലെ തന്നെ ക്ഷയിച്ച് താഴേക്ക് വന്ന് അവിടെ നിന്ന് വരുമാനം ഇല്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ചിലവിന് പൈസ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ പോയിട്ട് കടം മേടിക്കും, പൈസ വായ്പ മേടിക്കും, കടം മേടിക്കും, ലോൺ എടുക്കും പലിശയ്ക്ക്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ പരിപാടി. കാരണം അപ്പോൾ വേറൊരു പുതിയ ചിലവും കൂടിയായി. ഈ കൂട്ടുകാരുടെ കൂടെ കൂടുന്ന ചിലവും യാത്രയുടെ ചിലവും ആർഭാടവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പലിശ കൊടുക്കുന്ന പരിപാടികളും അവിടെ അപ്പുറത്തെ സൈഡിൽ സ്റ്റാർട്ടാവുകയാണ്. കുറേ കച്ചവടം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് എന്ന് പറഞ്ഞാൽ പലിശ ആയിരിക്കുള്ളൂ. കാരണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വായ്പ വാങ്ങി വലിയൊരു കടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തുകയാണ്. ലാസ്റ്റ് പിന്നെ ഓരോരോ പ്രോപ്പർട്ടികൾ വിൽക്കുക, അല്ലെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്യുക, അതേപോലത്തെ കാര്യങ്ങളോട്ട് പോയി ലാസ്റ്റ് വരുമ്പോഴേക്കുണ്ടല്ലോ വട്ടപൂജയായിട്ട് മാറും. പിന്നെ ജീവിക്കാൻ കെടുക്കാനായിട്ടൊരു ഒരു പെര പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ വീട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് അവൻ്റെ പാസ്റ്റ് ലൈഫ് കർമ്മമാണ് എന്ന് പറയാം അല്ലേ, ഒറ്റവാക്കി കഴിഞ്ഞു അല്ലേ. പക്ഷേ അത് നിങ്ങളൊരു തിരിച്ചറിവായിട്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആത്മീയമായ പാതയിലേക്കുള്ളൊരു ചുവടുവെപ്പായിരിക്കും അവൻ്റെ. അത് പ്രകൃതി തന്നെ കൊടുക്കണമായിക്കോളൂ, എൻ്റെ അഹങ്കാരത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എത്രയൊക്കെ നിങ്ങളിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ 100 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സാണ് നമ്മുടെ ജീവിതം, അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. 80 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സ്, ആ സമയം വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം അല്ലേ. അല്ലാണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്ത് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, 300-400 കൊല്ലം പിന്നെ സോൾ വളർന്നു പോകില്ല. അപ്പോൾ അതുവരെ പോകാനായിട്ട് നമ്മുടെ കയ്യിൽ അതിനുള്ള കരുതൽ ധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. നിങ്ങൾക്ക് ആ 80 വയസ്സ് വരെ സ്മൂത്തായിട്ട് പോകാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എല്ലാ എനർജി കറക്റ്റാണെങ്കിൽ വലിയ കാര്യമായ അസുഖങ്ങളൊന്നും നമുക്ക് വരാനൊന്നുമില്ല. ഈ അസുഖങ്ങളൊക്കെ വന്നതൊക്കെ ഈ ബ്ലാക്ക് എനർജീസിൻ്റെയും ഇതുപോലുള്ള സംഭവത്തിൻ്റെയും സ്വാധീനം തന്നെയാണ് ഞാൻ പറയും. അത് ഒരു റിയാലിറ്റിയാണ്. നമ്മൾ എന്തെല്ലാം നിങ്ങൾ വിമർശിച്ചാലും പല അസുഖങ്ങളും വന്നത് ഇതുപോലുള്ള ബ്ലാക്ക് എനർജീസും ബ്ലാക്ക് മാജിക്കും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വന്ന് കയറുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീടിന് വാസ്തുദോഷം ഉണ്ടെങ്കിൽ വരും. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ ജീവിക്കാനുള്ളൊരു ഒരു അവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കണോട്ടാ, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വീടൊന്നും ഇല്ലാണ്ട് നിങ്ങൾ കാട്ടിപ്പോയി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വരില്ല. വേണമെങ്കിൽ പരീക്ഷ ചോദിക്കോ, ഒരു കാട്ടിപ്പോയി എവിടെയെങ്കിലും ചെറിയ കുട്ടിലിട്ട് താമസിക്കാം, ഒരു അസുഖം ഉണ്ടാവില്ല നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു സംഗതി. ഭൂമിയുടെ ചില ദോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നാളേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റോ, അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഇപ്പോൾ പല പല എന്താണ് പ്ലാനുകളുണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ, നമുക്ക് വിശ്വസിക്കാവുന്ന പ്ലാനുകൾ, LICയുടെ പ്ലാനുകളുണ്ട്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ LICയുടെ ഏജൻ്റാണ്. ഞാൻ LICയുടെ ഏജൻ്റൊന്നുമല്ല. ഇതുപോലത്തെ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു വെക്കാം. അതുപോലെ പ്ലാനുകൾ, ഇപ്പോൾ 15 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 16 കൊല്ലം മുതൽ പൈസ കിട്ടുന്ന പ്ലാനുണ്ട്. അത് തല്ലിപ്പൊളി കമ്പനിയിൽ പോയി ചേരരുത്. അത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുള്ള നല്ല നല്ല കമ്പനികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാനുള്ള ഒരു മണി നമ്മുടെ ഉള്ള സമയത്ത് ചെയ്തു വെക്കുക. അപ്പോൾ എന്താണ്, അത് നമ്മുടെ ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടും. അപ്പോൾ ആ പൈസയ്ക്ക് വാല്യൂ ഉണ്ടാവും. അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും നമുക്ക് പൈസ. നമുക്ക് ജീവിച്ച് പോകാനുള്ള പൈസ നമുക്ക് അവിടെ കിട്ടും. ഇതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കിട്ടുന്ന പണം മുഴുവനും ആർഭാടമായിട്ട് കാറ് വാങ്ങി അത് വാങ്ങി ഇത് വാങ്ങിയൊക്കെ തീർക്കുകയല്ല വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻഡ് പോയിൻ്റ് വരെ സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ്. എനിക്ക് അത്യാവശ്യം മാനുവൽ ജീവിക്കാനുള്ള വരുമാനം പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു കാറാണ്, ഒരു ഇഗ്നിസ് കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും. എനിക്ക് വേണമെങ്കിൽ വലിയ വാഹനങ്ങൾ മേടിക്കാം, എൻ്റെ അതിനുള്ള സാമ്പത്തികമൊക്കെ എൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ വാങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആർഭാടത്തിൽ താല്പര്യമില്ല. പിന്നെ സെൽഫ് ഡ്രൈവിങ്ങിന് എനിക്ക് ആ വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ് എനിക്ക് ഇഷ്ടം. വലിയ വണ്ടി ഓടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. വലിയ വണ്ടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ചെറിയ വണ്ടിയിലൊക്കെ ഒതുങ്ങിയതാണ്. മാത്രമല്ല ഈ അതേപോലത്തെ ഒരുപാട് ഈ വാഹനത്തിലൊക്കെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വെറുതെ പാഴാക്കി കളയാനുള്ള താല്പര്യം എനിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മളെക്കാളും ഒരു സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട് പലരെയും. അവർ ഓടിക്കുന്ന വണ്ടി 20 ലക്ഷം 25 ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങളാണ്. അവർക്ക് അവരുടെ ആഗ്രഹമാണത്, ഭയങ്കര ആഗ്രഹമാണ്. വലിയ വണ്ടിയിൽ യാത്ര ചെയ്യണം, ബ്രാൻഡഡ് സാധനങ്ങൾ ധരിക്കണം, ബ്രാൻഡഡ് ഡ്രസ്സുകൾ, ബ്രാൻഡഡ് ചെരുപ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവനൊക്കെ എത്രയും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എവിടെ, നല്ല വരുമാനം എന്താണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ്റെ കയ്യിലൊന്നുമില്ല, ഇതെല്ലാം ബാങ്ക് ലോണാണ്. ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് അവൻ്റെ ആഗ്രഹം തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ ആത്മീയമായ ഇത് ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിയാണ്, ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണം ഭൂമിയിൽ. അപ്പോൾ അതൊക്കെ ആ തത്വം നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കണം. അത് കഴിഞ്ഞ് ഇവൻ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ അവൻ ജീവിക്കും. ഈ വണ്ടിയെല്ലാം മറ്റേ ഇവർ കൊണ്ടുപോകും, ബാങ്ക് CC വന്ന് ആ വണ്ടി കൊണ്ടുപോകുന്നു. അപ്പോൾ അവൻ്റെ ആ വണ്ടിയുടെ പരിപാടി അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കടങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. ഇതും കൂടി ആകുമ്പോൾ സ്ട്രഗിളിലേക്ക് അവർ പോവുകയാണ് അവസാനം. അപ്പോൾ അങ്ങനെയുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ ചിലവ് ചെയ്യാൻ, സ്പെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ആത്മീയ പാതയിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. കാരണം നമ്മളെല്ലാം നഷ്ടപ്പെട്ട് ആത്മീയ പാതയിലേക്ക് തന്നെ വരുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കാര്യങ്ങളുണ്ട്, ഒപ്പം ആത്മീയതയും. രണ്ടും കൂടി ആണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൽ കൂടി പോവുക. അപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാനുള്ള പൈസ എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടിരുന്ന് സുഖമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. മറ്റത് മെഡിറ്റേഷൻ ചെയ്യണത് അവസ്ഥയും ഈ അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സേഫാണ്, നമ്മളെല്ലാ കാര്യങ്ങളും സേഫ് ആണ് എന്നുള്ള ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അനുഭവങ്ങളുണ്ടാവും. മറ്റത് അത്രയും കിട്ടൂല. കാരണം എന്താണ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാളേക്കുള്ളതിനെ പറ്റി ചിന്തകൾ, അയ്യോ ഇത്ര രൂപ എനിക്ക് കൊടുക്കാറുണ്ടല്ലോ എന്നുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും പോകത്തില്ല. മറ്റേതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. മഹാലക്ഷ്മി, ധനം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിനെ നിങ്ങൾ അട്ടിപ്പായിക്കാതെ അതിനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളോട് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.